ഞാനിതാ ഇന്ന് രാവിലെ എൻ്റെ ദോശേൻ്റെ കൂട്ടാണ് ഇത്. ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച അരി നാഴി പച്ചരി, അതിൻ്റെ അകത്ത് ചോറും തേങ്ങയും ഉപ്പും കൂടെ കൂട്ടി അരച്ചതാണ്. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടോ, ഇത്ര ലൂസിൽ മാവ് ആക്കി വെച്ച് ഞാൻ ഈ കല്ല് വെച്ച് ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനെന്നാലും ദോശേൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് ഒഴിച്ചതാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ദോശയാണ്. ഇങ്ങനെയല്ല, നമുക്ക് കയ്യിലുണ്ടോയെന്ന് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ ഇല്ലേ നമുക്ക് നല്ല എന്താ പറയണ്ടേ, നല്ല അടിപൊളി ദോശ കിട്ടും. കുഞ്ഞ് നൈസായിട്ടുള്ള ദോശ. കുട്ടികൾക്കല്ലേ ഈ കട്ടിയുള്ള ദോശയൊന്നും ഇഷ്ടപ്പെടില്ല, നൈസായിട്ടുള്ള ദോശയല്ലേ ഇഷ്ടപ്പെടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഇത് തലേ ദിവസം അരച്ച് വെക്കൊന്നും വേണ്ട. ആ സമയത്ത് തന്നെ അരച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഈസ്റ്റും വേണ്ട, പിന്നെ തേങ്ങാ വെള്ളവും വേണ്ട, കള്ളും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെപ്പോയിന്ന് ദോശയും അല്ലല്ലേ ചുടുക. അപ്പോൾ ഇങ്ങനത്തെ ദോശയും ചുടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇങ്ങനെ തലേ ദിവസം അരച്ചെല്ലാം വെക്കും. ഇത് അന്നും നേരെ അരച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ആ ദോശയും കൂടി ഞാൻ കാണിച്ചു തരാം. ദോശേൻ്റെ ഇതെങ്ങനെയാണ് ഉണ്ടാവുക, മറിച്ചിടാനോ അല്ലെങ്കിലോ എടുക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കണ്ടാ, ഒരു എന്താ പറയണ്ടേ, വേഗം പൊളിഞ്ഞിങ്ങി പോരും. നല്ല നൈസ് ദോശയായിട്ട് പോരും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ചട്നീൻ്റെ കൂടെയോ കടലക്കറീൻ്റെ കൂടെയെല്ലാം ഉണ്ടാ, ഇങ്ങനെ മുരിഞ്ഞിട്ട് കിട്ടുന്ന ദോശയായിരിക്കും. അടിപൊളി ദോശ. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ദോശ. ഈ ദോശേൻ്റെ വക്ക് ഞെരിഞ്ഞിട്ടുള്ള ദോശ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചുട്ട് നോക്ക്, പെട്ടെന്ന് കഴിയും. പറഞ്ഞ പോലെ മറ്റേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടീൻ്റെ മുകളിൽ നിന്നാകുമ്പോൾ ഇങ്ങനെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഈ ദോശക്കല്ലുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിന് ചട്നിയൊന്നും ആക്കിയിട്ടില്ല, ചട്നി അരക്കണം. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.